guys, welcome back to my YouTube channel. Subjects and timetable. ഇത് ഞാൻ ആഡ് ചെയ്യാനായിട്ടുള്ള കാരണം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അതായത് ഞാൻ ആദ്യമായിട്ട് കോളേജിലേക്ക് പോകുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. ഓക്കെ, ആൻഡ് ഓഗസ്റ്റിലൊക്കെ ഏതാണ്ട് ക്ലാസ് തുടങ്ങിയതാണ്. പക്ഷെ ഞാൻ സെപ്റ്റംബറിലാണ് അവിടേക്ക് എത്തുന്നത്. ആൻഡ് അപ്പൊ ഞാൻ G20 സമയത്താണ് അവിടെ എത്തുന്നത്. അപ്പൊ G20 മുണക്കൊക്കെ ആയിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് ഞാൻ കോളേജിൽ ചെന്നപ്പോൾ ഓൺലൈൻ ആയിട്ടാണല്ലോ നമ്മുടെ എല്ലാ പ്രൊസീജിയേഴ്സും, അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മുടെ ഓൺലൈൻ ആയിട്ടാണ് നടക്കുക. അപ്പൊ നമുക്ക് അത് കഴിയുമ്പം ഒരു സ്ലിപ്പ് കിട്ടും. ഫീസ് സ്ലിപ്പ് കാണിച്ചാൽ മാത്രമാണ് നമ്മൾ ഈ കോളേജ് ഗേറ്റിന്റെ ഉള്ളിലേക്ക് കടത്തുള്ളൂ. ഞാൻ മുമ്പുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സ്ലിപ്പ് ഞാൻ കാണിച്ചു. ഈ സ്ലിപ്പ് ഞാൻ കാണിച്ചു, എന്നെ കോളേജിനുള്ളിലേക്ക് കടത്തി. ഓക്കെ, കടത്തി ഞാൻ ഈ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് വന്നിട്ട് ഞാനിങ്ങനെ നോക്കുക, ലൈക്ക് ഇനി എന്താ എനിക്ക് എന്റെ ക്ലാസ് ഏതാ അല്ലെങ്കിൽ എന്റെ സബ്ജക്ട്സ് ഏതാ, ഞാൻ ഇനി എന്ത് ചെയ്യണ്ട ഈ കോളേജിൽ, എനിക്കൊന്നും അറിയില്ല. കാരണം ആകെ വന്നതൊരു മെയിലാണ്. അത് എന്നോ എനിക്ക് അതിനെ കുറിച്ച് ഓർമ്മയുണ്ടായിരുന്നില്ല. സബ്ജക്ട് സെലക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് മേജറും മൈനറും സെലക്ട് ചെയ്യാനായിട്ട് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പൊ ഞാൻ ചൂസ് ചെയ്തു പൊളിറ്റിക്കൽ സയൻസ് മേജർ, മൈനർ ഇംഗ്ലീഷ്. അതല്ലാതെ ഇനി കോളേജിൽ എവിടെയാ എന്റെ ക്ലാസ് റൂം എവിടെയാ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒന്നുമേ പുരിയല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു ടൈം ടേബിൾ നോക്കാം. ടൈം ടേബിളിൽ ടൈമും ഉണ്ട്, ഇന്ന സബ്ജക്ട്സും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ പോയി ടൈം ടേബിൾ നോക്കിയപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇതിങ്ങനെയാണ് നമ്മുടെ ടൈം ടേബിൾ എത്തിയത്. എൻ്റെ തേർഡ് ഇയറിന്റെ ടൈം ടേബിൾ ആയിരിക്കും ഞാനിവിടെ മിക്കവാറും വെക്കുക. സോ ഇങ്ങനെയാണ് ഒരു ടൈം ടേബിൾ ഉണ്ടാവുക. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കണം, ഞാൻ +2 കഴിഞ്ഞ് അവിടെ എത്തിയിട്ടുള്ളൂ. ഒരു +2 കഴിഞ്ഞ കുട്ടിക്ക് എന്തറിയാം? ഞാൻ ഇവിടെ കണ്ട ഹിസ്റ്ററി എന്നൊക്കെ കേട്ടിട്ട് അവിടെ ചെന്നിട്ട് ഈ സെക്ക് വെക്ക് ജി എന്നൊക്കെ കേട്ടപ്പോൾ എനിക്കാകെ കിളിപ്പോയി. കാരണം ഒന്നാമത് ഞാൻ അവിടെ ഒറ്റയ്ക്ക്, ഡൽഹിയിൽ ഞാൻ ഒറ്റയ്ക്ക്, എനിക്ക് ആ കോളേജിലുള്ള ആളറിയില്ല, ഇതൊന്നും അറിയില്ല. അപ്പൊ ഞാൻ ആകെ പകച്ചുപോയി. എനിക്ക് വിഷമൊന്നും ആയില്ല, കാരണം വേറെ 2 പിള്ളേര് അപ്പുറത്തുനിന്ന് വരുന്നുണ്ടായിരുന്നു. അവര് ഇതേപോലെ മനസ്സിലാവുന്നില്ല, ലൈക്ക് ഹിന്ദിയിൽ കേട്ടോ. എനിക്ക് പിന്നെ ഹിന്ദി അറിയാലോ. അപ്പൊ ഇതൊന്നും മനസ്സിലാവുന്നില്ല, ഇതെന്ത് സംഭവം. അപ്പൊ ഞാനും പറഞ്ഞു. അപ്പൊ തന്നെ അപ്പൊ അവരും പറഞ്ഞു ഞങ്ങൾ +2 കഴിഞ്ഞില്ലെന്നുള്ളൂ, നമ്മളെ പിള്ളേരോട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ. അപ്പൊ ഇവർ ഹിന്ദി കുട്ടി, ലൈക്ക് അവിടുത്തെ കുട്ടികളാണ്, അവർക്കും ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ മാത്രമല്ലല്ലോ, അവർക്കും ഒന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല. അപ്പൊ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. നമ്മുടെ ഹെൽപ്പ് ഡെസ്കിൽ ഞാൻ ചോദിച്ചു, മോത്തിലാൽ നെഹ്റു കോളേജിന്റെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അപ്പം അതിൽ ചോദിച്ചു, ഈ ഞങ്ങളിവിടെ കോളേജിൽ വന്നു ഇനി എന്താ ചെയ്യണ്ടേ, സത്യമായിട്ട് അങ്ങനെ ചോദിച്ചാൽ ഇനി എന്താ ചെയ്യണ്ടേ കോളേജിൽ വന്നിട്ട്. അപ്പൊ പറഞ്ഞു അഡ്മിൻ ഓഫീസിൽ പോയി ചോദിക്കാൻ പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിക്കണം, ഇത്രയും വലിയ കോളേജ്, ഈ കോളേജിൽ അഡ്മിൻ ഓഫീസ് എവിടെയാന്ന് എങ്ങനെ കണ്ടുപിടിക്കും? പക്ഷെ അതും ഞങ്ങളെ തളർത്തിയില്ല. ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചോദിച്ചു, ഒരു അഡ്മിൻ ഓഫീസിലെത്തി. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഈവനിങ് കോളേജിലാണ് വിളിക്കുന്നത്, ഇത് മോർണിംഗ് കോളേജിന്റെ അഡ്മിൻ ഓഫീസാണ്. ഓക്കെ. എന്നിട്ട് ഞങ്ങൾ പിന്നെ ഈവനിങ് കോളേജിന്റെ അഡ്മിൻ ഓഫീസൊക്കെ ആയിരുന്നു. അങ്ങനെ ഈവനിങ് കോളേജിന്റെ അഡ്മിൻ ഓഫീസിൽ ചെന്നു. ഇനി അഡ്മിൻ ഓഫീസിൽ ചെന്നിട്ട് എന്താ ചോദിക്കണ്ടേ അറിയില്ല. ലൈക്ക് ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് ഞങ്ങളുടെ കോളേജിൽ. അങ്ങനെ ഗ്രൗണ്ടിലൊക്കെ പോയി ഞങ്ങൾ ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സീനിയർ ചേച്ചി ഉണ്ടല്ലോ, ഹെൽപ്പ് ഡെസ്കിലെ സീനിയർ ചേച്ചി വന്നു അവിടേക്ക്. എന്നിട്ട് ഞാനും 2 പിള്ളേരും 3 പിള്ളേരും, ഞങ്ങളൊക്കെ ഈ കോളേജിൽ വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത പിള്ളേര് ഒക്കെ കൂടി ഒരു ടീമായിട്ട് ഞങ്ങളെല്ലാവരും ആ ചേച്ചി കൊണ്ടുപോയി അഡ്മിൻ ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ട് ഇത് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തിങ് ആഫ്റ്റർ കോളേജിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിൻ ഓഫീസിൽ പോകുക. ഓക്കെ, അഡ്മിൻ ഓഫീസിൽ പോയിട്ട് ചോദിക്കാം, സർ എൻ്റെ സബ്ജക്ട് എന്താണ്, ഇനി ഈ സബ്ജക്ട് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവർ നിങ്ങളോട് ചോദിക്കും നിങ്ങളുടെ റോൾ നമ്പർ എന്താണ്. അപ്പൊ നമ്മൾ ആദ്യം ഈ റോൾ നമ്പർ കണ്ടുപിടിക്കണം. ഈ റോൾ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ സബ്ജക്ട്സ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് മെയിൽ വരില്ല, ഈ മെയിലിൽ ഉണ്ടാവും നിങ്ങളുടെ റോൾ നമ്പർ. അതല്ലെങ്കിൽ കോളേജ് സൈറ്റിൽ ഉണ്ടാവും നിങ്ങളുടെ റോൾ നമ്പർ. ഇതല്ലെങ്കിൽ മൂന്നാമത്തത് ഈ അഡ്മിൻ ഓഫീസില്ലേ, ഈ അഡ്മിൻ ഓഫീസറോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് സാർ ഈ റോൾ നമ്പർ കണ്ടുപിടിക്കേണ്ടത്, ഞങ്ങൾക്ക് അറിയില്ല. ഓക്കെ, ഞാനൊക്കെ അങ്ങനെയാണ് ചോദിച്ചത് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് അറിയണ്ടായിരുന്നില്ല എൻ്റെ റോൾ നമ്പർ. അവർക്കറിയാലോ അതിന്റെ PDF ഒക്കെ എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കണേ. കാരണം എനിക്ക് തോന്നുന്നു ഓരോ വട്ടം അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ മാറാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നേക്കാൾ എനിക്ക് തോന്നുന്നു അത് മാറുന്നു. ലൈക്ക് PDFs കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നത് ഓരോ കോളേജിനും ഓരോ വെബ്സൈറ്റിനൊക്കെ വ്യത്യാസമായിരിക്കില്ലേ. അപ്പം അഡ്മിൻ ഓഫീസിൽ ചെന്നിട്ട് ചോദിക്കുക ഞങ്ങളുടെ സബ്ജക്ട് എന്താണ് സാർ. അപ്പൊ അത് സാർക്ക് നമ്മളുടെ റോൾ നമ്പർ പറയാൻ പറയും. അപ്പോൾ നമ്മള് റോൾ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കില്ലേ സാർ എന്ന് പറയാം. അറിയാമെങ്കിൽ റോൾ നമ്പർ പറയാ, അറിയില്ലെങ്കിൽ റോൾ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാറില്ല സാർ എന്ന് പറയാം. അപ്പൊ അവര്
പറഞ്ഞിരുമ്പോൾ ഇങ്ങനെയാണ്. അപ്പൊ അത് നമ്മൾ നമ്മുടെ ഫോണിൽ ഇങ്ങനെ നോക്കാം, എന്നിട്ട് നമ്മൾ നമ്മുടെ റോൾ നമ്പർ കണ്ടുപിടിക്കുക, എന്നിട്ട് ഇതാണ് സാറിന് റോൾ നമ്പർ എന്ന് പറയാം. അപ്പോൾ ആ സാർ പറയും, ഓക്കെ, എന്നിട്ട് അത് എഴുതി വെക്കാം. ഇത് ചിലപ്പോൾ എല്ലാ കോഴ്സുകാർക്കും ഉണ്ടോയെന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ബേസിക്കലി ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇതാണ്, എല്ലാവർക്കും ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ലേ. എല്ലാവർക്കും സെക്കും വെക്കും ചെയ്യുമെന്ന് അല്ലെങ്കിലും സബ്ജക്ട്സ് കണ്ടുപിടിക്കാൻ നോക്കാം ആദ്യം, എന്നാലേ നമുക്ക് ടൈം ടേബിള് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് സബ്ജക്ട്സ് നമ്മൾ എന്നിട്ട് നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ ബുക്കിലോ എഴുതി വെക്കാം. സബ്ജക്ട്സ്, അതായത് വാക്ക് ഇന്നതാണ്, നമ്മുടെ പേപ്പർ നെയിം ഇന്നത് അങ്ങനെ എഴുതി വെക്കാം. അപ്പൊ ഞാൻ എക്സാമ്പിൾ ഇവിടെ കാണിക്കാം. എൻ്റെ ഇന്നത് ഇന്ന പേപ്പറാണ്, ഇന്ന പേപ്പറാണ്, ഇത് എഴുതി വെച്ചു. എന്നിട്ട് നമ്മൾ ഈ ടൈം ടേബിളിൽ ചെന്ന് നോക്കുമ്പോൾ ഈ വാക്ക് സാക്ക് റൂം നമ്പർ, വാക്ക് സാക്ക് റൂം നമ്പർ, ഇങ്ങനെ റൂം നമ്പർ കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഈ സബ്ജക്റ്റിന്റെ ടൈമിൽ ഇന്ന റൂം നമ്പറിലേക്ക് പോകണം. നമ്മുടെ റൂം നമ്പർ കണ്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ റൂം നമ്പറിൽ അന്ന സമയമാകുമ്പോൾ നമുക്ക് ഇന്ന റൂം നമ്പറിൽ പോയാൽ അതാണ് നമ്മുടെ ക്ലാസ്. അങ്ങനെ ക്ലാസ് എടുക്കാം. എനിക്ക് തോന്നുന്നു ഹോണേഴ്സ് ലൈക്ക് പ്രോഗ്രാമിന്റെ കുട്ടികൾക്കായിരിക്കും കൂടുതൽ ഇങ്ങനെ തോന്നുന്നു കേട്ടോ. എനിക്ക് ഹോണേഴ്സിന്റെ കുട്ടികൾക്ക് ഒരു ക്ലാസ് റൂം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചില ജിയും ഒക്കെ ആയിരിക്കും വേറെ ക്ലാസ്സിലെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ സബ്ജക്ട്സിന്റെ നോട്ട്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുക, അതാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഗൂഗിളിൽ പോയിട്ട് നമ്മുടെ പേപ്പറിൻ്റെ നെയിമിൻ്റെ കൂടെ DU സോൾ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. എക്സാമ്പിൾ ഇൻട്രൊഡക്ഷൻ ടു പൊളിറ്റിക്കൽ തിയറി ആണ് പേപ്പറിൻ്റെ പേര്. അതിൻ്റെ കൂടെ DU സോൾ എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വരുന്ന ഓപ്ഷൻ കണ്ടോ, PDF ആണത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ PDF ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് നമ്മുടെ പേപ്പറിൻ്റെ നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത്, കൂടാതെ നമുക്ക് പല ബുക്സ് റിഫർ ചെയ്തും പഠിക്കാൻ പറ്റുന്നതാണ്. അതുകൂടാതെ നമുക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തരുന്ന പല യൂട്യൂബ് ചാനൽസും ഉണ്ട്. പേഴ്സണലായിട്ട് പറഞ്ഞു തരാനുള്ള കാര്യം, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോളേജിൽ ചെല്ലുക, അഡ്മിൻ ഓഫീസിൽ ചെല്ലുക, നമ്മളുടെ സബ്ജക്ട് ഏതാണെന്ന് ചോദിക്കുക, ആൻഡ് സബ്ജക്ട് ചെയ്തെടുക്കുക, എന്നിട്ട് നമ്മൾ നമ്മുടെ ടൈം ടേബിൾ ഫിഗർ ഔട്ട് ചെയ്യുക, ആൻഡ് ദെൻ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്.